ഹലോ ഫ്രണ്ട്സ്, ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബസ്മതി റൈസ് 1.5 ഗ്ലാസ്. റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, വറ്റൽമുളക് 3 എണ്ണം, ചെറുനാരങ്ങ 1 എണ്ണം വലുത്, കറിവേപ്പില 2 തണ്ട്, ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, നിലക്കടല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, കായത്തിൻ്റെ പൊടി 2 നുള്ള്, കടുക് 1 ടീസ്പൂൺ, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 20 മിനിറ്റ് സോക്ക് ചെയ്ത വാഷ് ചെയ്തെടുത്ത ബസ്മതി റൈസ് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ബസ്മതി റൈസ് അല്ലെന്നുണ്ടെങ്കിൽ പച്ചരി വേണമെങ്കിലും ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റിനുള്ളിൽ റൈസ് കുക്കായി വരും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ വേണം റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് വെന്ത് വന്നിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൈസ് വെള്ളം വാർത്ത് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയി ഈ റൈസ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിൾ ഗീയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അഥവാ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കാം. നമുക്കിഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കാഷ്യൂനട്ടും കൂടെ ചേർക്കാം. ലോ ഹീറ്റിലിട്ടിട്ട് ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഇതിനെ വഴറ്റാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഹീറ്റിൽ മാത്രമേ ഇടാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ലോ ഹീറ്റിൽ ഒരു 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് മാറി വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസിന് മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായി വെള്ളം പോയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ റൈസ് നമ്മൾ മിക്സ് ആക്കുമ്പോൾ കുഴഞ്ഞു പോകും. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ തലേദിവസം രാത്രി റൈസ് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ റൈസ് നന്നായിട്ട് തണുത്തും കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു വലിയ നാരങ്ങ മുഴുവനും പിഴിഞ്ഞത് ചേർക്കുകയാണ്.
പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം നാരങ്ങനീര് ചേർക്കുക. ചിലർ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന കൂട്ടത്തിൽ നാരങ്ങനീര് ഒഴിച്ച് തിളപ്പിക്കാറുണ്ട്. പക്ഷേ നാരങ്ങനീര് അസിഡിക് ആയതുകൊണ്ട് അത് തിളപ്പിക്കുന്നത് നല്ലതല്ല. ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല, 2 നുള്ളു മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ലെമൺ ജ്യൂസ് റൈസിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് എത്തണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർക്കുന്നത് ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിന് അച്ചാർ, പപ്പടം അതുപോലെ തന്നെ സാലഡിനൊപ്പം സെർവ് ചെയ്യാം. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ലെമൺ റൈസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. സാലഡും പപ്പടവും ഒക്കെ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇത് പെട്ടെന്ന് കേടാവാത്തത് കൊണ്ട് നമുക്കിത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും മറക്കാതെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ